ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് കുറച്ച് പോത്തിറച്ചി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ബീഫ് നമുക്ക് നല്ല പോത്ത് കറി വെച്ചാലോ. അപ്പം ആദ്യം തന്നെ ഉരുളി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം. പിന്നെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പം കടുക്, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള, ഉള്ളി എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വരട്ടി എടുത്തിട്ട് നമുക്കതിനകത്തിട്ട് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർക്കാം. അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, അത്രയാട്ടോ ചേർത്തിട്ടുള്ളൂ. മല്ലിപ്പൊടി, അതിൻ്റെ കൂടെ തക്കാളി എല്ലാം കൂടെ എടുത്ത് സവാളയ്ക്കകത്തിട്ട് നന്നായിട്ട് മസാല മൂപ്പിച്ചിട്ട് ഞാൻ എണ്ണ കുറച്ച് ഒഴിച്ചുള്ളൂ. കാര്യം പോത്തിന് നിറച്ച് നെയ്യ് ഇറങ്ങി വരുമല്ലോ. എന്നിട്ട് ആ മസാല മൂത്തതിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി പോത്ത് ചേർത്ത് നന്നായിട്ട് എല്ലായിടത്തും ഇതായി വരുന്ന രീതിക്ക് ഇളക്കി അത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്ത് എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് മൂടി വയ്ക്കണം. ഞാൻ അത് വെള്ളം ഒഴിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കുറച്ച് വെള്ളം, ശകലം, ഒരുപാടൊന്നും ഒഴിക്കരുത്. കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാനേ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റും, അടിക്ക് പിടിക്കും. ഇതുപോലെ ഉരുളിയിലൊക്കെ വച്ച് അടുപ്പിലിട്ട് വേവിച്ചെടുക്കുന്നതാണ് സൗകര്യം. ഞാൻ പിന്നെ രാത്രി ഉണ്ടാക്കിയത് കാരണം അടുപ്പ് കത്തിക്കാൻ നിന്നില്ല. അപ്പോൾ മസാല കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഇതാക്കി മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ കൊച്ചുള്ളി ഇടാം കേട്ടോ. ഞാൻ കൊച്ചുള്ളി ഇട്ടിട്ടില്ല, കൊച്ചുള്ളി ഇടാം. പിന്നെ ഞാൻ ഇതിനകത്ത് ഉപ്പും വിനാഗിരിയും ഓൾറെഡി ചേർത്തിരുന്നു. അപ്പോൾ ഉപ്പും വിനാഗിരിയും ഇൻ ബിറ്റ്വീൻ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് വെന്ത് വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എളുപ്പം വേവും നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം ഇന്ന് ഞായറാഴ്ചയായിട്ട് എല്ലാവരും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ അതെല്ലാം അടച്ച് വെച്ച് നന്നായിട്ട് തിളച്ച് കുറുകി വന്നു കഴിയുമ്പം നമുക്ക് കഴിക്കാം. അത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ഞായറാഴ്ച സ്പെഷ്യൽ ബീഫ് കറി റെസിപ്പി എങ്ങനെയാണ് കേട്ടോ.